പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടകളിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള പൊക്കുവടയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. വലിയ സവാള 2 എണ്ണം കനം കുറച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക് 3 എണ്ണം, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 3-4 തണ്ട് മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു കപ്പ് അളവിൽ നമ്മൾ കടലപ്പൊടി എടുക്കുന്ന സമയത്ത് അതിലേക്ക് അര കപ്പ് അളവിൽ മൈദപ്പൊടി വേണം കേട്ടോ എടുക്കാൻ. പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അതിലേക്ക് പെരുംജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതായത് വലിയ ജീരകം. പിന്നെ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് സ്പൂൺ അളവിലൊന്നും പറയാനില്ല, ഒരു പിഞ്ച് അളവിൽ നമ്മളൊരു നുള്ളൊക്കെ ചേർത്ത് പറയില്ലേ, അങ്ങനെ അത്ര ചേർത്ത് കൊടുത്താൽ മതി. അതായത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അധികം ആവരുത്, അപ്പോൾ പൊക്കുവടൻ്റെ ടേസ്റ്റ് ഫുള്ള് പോവും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരാണ്, അതായത് ബേക്കിംഗ് സോഡ. അതും അധികം ആവരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. വെള്ളമാണെങ്കിൽ അധികം കൂടാനും പാടില്ല, എന്നാലോ വെള്ളം തീരെ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് വേണ്ടത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പൊക്കുവട ഇങ്ങനെ പൊങ്ങി വരില്ല. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ തട്ടുകടകളിലൊക്കെ ഏകദേശം 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കോരി വെക്കും. പക്ഷേ വീട്ടിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ കുറഞ്ഞതൊരു 20 മിനിറ്റ്, അതിലും കുറവ് വരരുത്. അത് ഏറ്റവും നല്ലതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനടുത്തൊക്കെ വെച്ചാൽ നല്ല ഇങ്ങനെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള പൊക്കുവട കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നോക്കുന്ന സമയത്ത് കണ്ട ചെറിയ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഓയിൽ തന്നെ എടുക്കണം, കാരണം തട്ടുകടകളിലൊന്നും വെളിച്ചെണ്ണയിലല്ല ഓയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഓയിൽ തന്നെ വേണം. ഇനി നമ്മൾ അതിലേക്ക് ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും കേട്ടോ, അതായത് ആദ്യം ഇട്ടതിൻ്റെ കൂടെ പിന്നെ ഇടുന്നത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ. പക്ഷേ ഇതൊക്കെ ആ ഒരു ഭാഗം മൊത്തം കവർ ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്പൂണോ കോരി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ വേറെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മുരിച്ചെടുക്കാം. പിന്നെ അതിൽ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാശ്മീരി മുളക് പൊടി ഒന്നല്ല ചേർത്തത്, സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു കളറിലാണ് നമുക്ക് കിട്ടുക. പക്ഷേ ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. ഇത് പിന്നെ ക്യാമറയിൽ അത്ര കളറിൽ അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ അത്യാവശ്യം കളറൊക്കെ കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ തിളച്ച ഓയിലിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് മുഖത്തൊന്നും പൊട്ടിത്തെറിക്കാതെ നോക്കും വേണം കേട്ടോ. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ, അധികം സമയമൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാനിതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിലുള്ള പാൽച്ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പാൽച്ചായൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.